Hi my dear friends, this is Sudhir Nair. Welcome back to my channel Accounts Mitra. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുമാണ്. ഇത് ആദ്യമായി നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് നിരവധിയായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സാലറി, റെൻറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, റിപ്പയേഴ്സ്, ഇലക്ട്രിസിറ്റി ചാർജസ്, വാട്ടർ ചാർജസ്, അങ്ങനെയുള്ള റെഗുലറായിട്ട് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. സപ്പോസ് നമ്മൾ 10,000 റുപ്പീസ് കൊടുത്ത് ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് നമ്മളതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇനി ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുകയാണ്, അതിനുവേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറിനെയും നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഷീനറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5,000 യൂണിറ്റാണ്. അപ്പോൾ 5,000 യൂണിറ്റ് കപ്പാസിറ്റിയുള്ള മെഷീൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾ 6,000 യൂണിറ്റാക്കി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അഡീഷണൽ 1,000 യൂണിറ്റ് കൂട്ടാൻ വേണ്ടി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ എക്സ്പെൻസ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻസും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു സിനിമാ തിയേറ്ററിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് 5,500 സീറ്റുള്ള ഒരു തിയേറ്ററിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 600 സീറ്റായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അഡീഷണലായിട്ട് 100 സീറ്റ് വർദ്ധിപ്പിച്ചതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇനി നമുക്കൊരു എക്സ്പെൻഡിച്ചർ റവന്യൂ ആണോ ക്യാപിറ്റലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഏതൊരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്താലും നമുക്കൊന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് യൂണിറ്റിന് ഏതൊരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്താലും അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതർ ഷോർട്ട് ടൈം ആയിരിക്കും അല്ലെങ്കിൽ ലോങ് ടൈം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഷോർട്ട് ടൈം ആണെങ്കിൽ അതിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ലോങ് ടൈം ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും പറയുന്നു. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് നമ്മുടെ സ്റ്റാഫിന് നമ്മൾ ജൂലൈ മാസത്തെ സാലറി കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ജൂലൈ മാസത്തെ സാലറി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? സ്റ്റാഫിൻ്റെ സർവീസ് നമുക്ക് ജൂലൈ മാസം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജൂലൈ മാസം സ്റ്റാഫിൻ്റെ സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഷോർട്ട് ടൈം ബെനിഫിറ്റാണ്. ആ ഒരു മാസം മാത്രമേ നമുക്ക് സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ സ്റ്റാഫിൻ്റെ സർവീസ് കിട്ടണമെങ്കിൽ ആഗസ്റ്റ് മാസത്തെ സാലറി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെൻറ്റഡ് പ്രിമിസസ് ആണെങ്കിൽ അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്ന നമ്മൾ ജൂലൈ മാസത്തെ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ മാസം മാത്രമേ നമുക്ക് ആ ബിൽഡിങ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതും ഷോർട്ട് ടൈമാണ്. ഇനി ആഗസ്റ്റിൽ ബിൽഡിംഗ് യൂസ് ചെയ്യണമെങ്കിൽ ആഗസ്റ്റിലെ റെൻറ്റും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിതെല്ലാം ഷോർട്ട് ടൈം എക്സ്പെൻഡിച്ചറാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാം ഷോർട്ട് ടൈമാണ്. റെൻറ്റ് കൊടുക്കുന്നത് കിട്ടുന്ന ബെനിഫിറ്റും സാലറി കൊടുക്കുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുക്കുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്, ഏതൊരു എക്സ്പെൻസ് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റും ഷോർട്ട് ടൈം ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതേസമയത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ലോങ് ടൈം ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതായത് നമ്മളൊരു പർച്ചേസ് ഓഫ് മെഷീനറി അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് കാർ, എന്താണ് പർച്ചേസ് ഓഫ് കാർ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷം കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് തീരുന്നില്ല അല്ലേ. നമുക്ക് ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ലോങ് ടൈമാണ്. ഒരു 5-6 വർഷത്തേക്ക് നമുക്ക് ഈ അസറ്റ് അല്ലെങ്കിൽ ഈ കാറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് 1 ഇയർ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എക്സ്പെൻഡിച്ചറിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറിനും കൂടെ ചേർത്ത് ഒരു എക്സാമ്പിൾ പറയാം. അതായത് പർച്ചേസ് ഓഫ് കാർ. നമ്മളൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു കാർ വാങ്ങുകയാണ്.
അപ്പോൾ കാർ വാങ്ങുന്നത് നമുക്ക് ഒരു വർഷം മാത്രമല്ല കാറിൻ്റെ ഉപയോഗം കിട്ടുന്നത്. കാറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാറ് നമുക്ക് ഒരു 5-6 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് കാറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, പർച്ചേസ് ഓഫ് കാർ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈമാണ്, 1 ഇയർ കൂടുതലാണ്. അപ്പോൾ പർച്ചേസ് ഓഫ് കാർ എന്ന് പറയുന്നത് എന്ത് എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതേസമയം കാറിന് നമ്മൾ ഡീസൽ അടിക്കുകയാണ്. ഡീസൽ അടിക്കുന്നത് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഡീസൽ അടിച്ചാൽ നമുക്ക് കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ ബെനിഫിറ്റ് തീർന്നു പോകുന്നു. അപ്പോൾ കാറ് വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കാറിന് ഡീസൽ അടിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ്. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു. ഡീസൽ അടിക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഷോർട്ട് ടൈമാണ്, അതേസമയം കാർ വാങ്ങുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ലോങ് ടൈമാണ്. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇത്രയുമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു എൻജോയ്ഡ് ഇറ്റ്, പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. താങ്ക് യു.